السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله مولانا العلي العظيم. ഏറ്റവും ആദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപരിമേയമായ അനുഗ്രഹം കൊണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു മജ്ലിസിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. വിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന അനുഗ്രഹീത മുഹൂർത്തത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ അതിൻ്റെ വിളംബരം വിളിച്ചറിയിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ഖിൽ അലിഞ്ഞു ചേരുന്ന അനുഗ്രഹീതമായ ഒരു സംഗമം അൽഹംദുലില്ലാഹ് ചേരാപുരം റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സ്വദേശി റേഞ്ച് സംവിധാനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു സംഗമം ഒരുമിച്ച് കൂട്ടിയപ്പോൾ നമ്മളേറെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇന്ന് ഏറെ പ്രസിദ്ധനായ സൂഫി ഗായകൻ മൻസൂർ പുത്തനത്താണിയുടെ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഇഷ്ഖ് പാടിപ്പറയുന്ന അനുഗ്രഹീതമായ ഒരു മജ്ലിസാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മൻസൂർ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷത്തിനകം ഇവിടെ എത്തിച്ചേരാനിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി ഒരു ആമുഖ സംസാരം മാത്രമാണ് ഈ വിനീത് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഖബൂലാക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ലോകത്ത് തുല്യതയില്ലാത്ത വ്യക്തിത്വം, അനിർവചനീയമായ വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിനു തന്നെ കാരണം അഷ്റഫുൽ ഖൽഖാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് സൃഷ്ടിക്കുകയും അവിടുത്തെ പ്രകാശത്തെ സൃഷ്ടിക്കുകയും ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളത് പ്രമാണം നമ്മളോട് പറഞ്ഞു തരികയാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും ആ ജീവിതകാലങ്ങളും അവിടുത്തെ വഫാത്തും ഓരോന്ന് പഠിക്കുമ്പോൾ ലോകത്തെ മഹാത്ഭുതങ്ങളിൽ മഹാത്ഭുതമാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് നമുക്ക് ബോധ്യപ്പെടും. അവിടുന്ന് വലിയ അത്ഭുതമാണ്. നമ്മൾ അനിർവചനീയമെന്ന് പറയുന്നത്, അതുല്യമെന്ന് പറയുന്നത് അതൊരു കേവലം ആലങ്കാരികമല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ പരമ്പര, അവിടുത്തെ ജനനം, അവിടുത്തെ ജീവിതം, അവിടുത്തെ ചലനങ്ങൾ, അവിടുത്തെ നിശ്ചലനാവസ്ഥകൾ, അവിടുന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്, അവിടുന്ന് ചിരിച്ചു പറഞ്ഞത്, അവിടുന്ന് സന്തോഷത്തോടുകൂടെ പറഞ്ഞത്, അവിടുന്ന് എന്തൊക്കെ ചെയ്തോ അതൊക്കെയും ഒരു മനുഷ്യൻ്റെ ഇതൊക്കെയും രേഖയാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ
ലോകത്ത് അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധ്യമല്ല. എന്തിനേറെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ആ ശരീരത്തിൽ എത്ര താടിരോമം നരച്ചിരുന്നു എന്ന് വരെ കൃത്യമായി പ്രമാണബദ്ധമായി രേഖപ്പെടുത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തു വലിയ ഒരത്ഭുതമാണ്. അതുമാത്രമല്ല, ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കൃത്യമായി അവിടുത്തെ ജീവിതത്തെ രേഖപ്പെടുത്താൻ 5 ലക്ഷത്തിലധികം സത്യസന്ധന്മാരായ നിവേദകന്മാരെ നമുക്ക് കാണാം. സത്യസന്ധന്മാരായ 5 ലക്ഷത്തിലധികം നിവേദകന്മാർ. അത്തരം നിവേദകന്മാർ അവർ എന്തോ റിപ്പോർട്ട് ചെയ്തു എന്നല്ല, ആ മഹാന്മാരായ റാവിമാരുടെ റിപ്പോർട്ടർമാരുടെ ജീവിത ചരിത്രം പോലും ചർച്ച ചെയ്യപ്പെട്ടു. അവരെങ്ങനെ ജീവിച്ചു എന്ന് ചർച്ച ചെയ്യപ്പെട്ടു. അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മതയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടു. അവരുടെ ജീവിതത്തെക്കുറിച്ച് മൊത്തം പഠനം നടന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം അത്ഭുതമാണ്. ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് തുല്യതയില്ലാത്ത, നിർവചിക്കാൻ കഴിയാത്ത അത്രമേൽ മഹാത്ഭുതമായ വ്യക്തിത്വമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മൗലിദുകളിൽ പാടാറുണ്ട്, ഔസാഫുഹു മാ യന്തഹി തഅദാദുഹാ ഫൽമദ്ഹു യഖ്സുറു അൻ ബുലൂഇൽ മഖ്സദി. അവിടുത്തെ ഔസാഫുകൾ പറയുകയാണെങ്കിൽ, അവിടുത്തെ വിശേഷണങ്ങൾ പറയുകയാണെങ്കിൽ ആ വിശേഷണം പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്രയും, അതെണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും മഹാത്ഭുതമാണ്. നമ്മൾ കടൽ കണ്ടിട്ടുണ്ടാകും. നമ്മൾ കടപ്പുറത്ത് പോയിട്ട് നമ്മുടെ ഫാമിലിയായി പോയി, നമ്മുടെ കുട്ടികളുമായിട്ട് പോയി ബീച്ച് കണ്ടുകൊണ്ട് തിരിച്ചു വന്നുകൊണ്ട് നമ്മൾ പറയും, ഞാൻ കടൽ കണ്ടിട്ടുണ്ട്. കടലിലേക്ക് മത്സ്യബന്ധനത്തിന് വേണ്ടി ചെന്നുകൊണ്ട് ദിനങ്ങളോളം കടലിലൂടെ സഞ്ചരിച്ച് തിരിച്ചു വന്ന മുക്കുവനും പറയും, ഞങ്ങൾ കടൽ കണ്ടിട്ടുണ്ട്. കടലിന്റെ ആഴിയിലേക്ക് ആഴ്ന്നിറന്നുകൊണ്ട് ഇറങ്ങിക്കൊണ്ട് ആ കടലിന്റെ അന്തർവാഹിനികളിൽ ചെന്നുകൊണ്ട് ആ കടലിന്റെ ഉള്ളിലുള്ള അത്ഭുതങ്ങളെ പഠിച്ചുകൊണ്ട് ഗവേഷണം നടത്തിക്കൊണ്ടുവരുന്ന ഗവേഷകനും പറയും, ഞാൻ കടൽ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെയും അതിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളാണ് കണ്ടത്. എങ്കിൽ ആ കടലിൻ്റെ ഒരു ചെറിയ അംശമാണ് ആ കടലിൻ്റെ ചാരത്തു ചെന്നവർ, അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നവർക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയും പോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ അറിയുമ്പോൾ, നമ്മൾ അന്വേഷിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്നൊരൽപ്പം, ഒരു ചെറിയ ഭാഗം, ചെറിയൊരു അംശമല്ലാതെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് അവിടുത്തെ നാമം പോലും അത്ഭുതമാണ്. മുഹമ്മദ് എന്ന നാമം പോലും അത്ഭുതമാണ്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, വളമ്മൽ ഇലാഹു ഇസ്മൻ നബിയ്യി ഇലാ ഇസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീനു അശ്ഹദു വശഖ്ഖ ലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദു വഹാദാ മുഹമ്മദു. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, വളമ്മൽ ഇലാഹു ഇസ്മൻ നബിയ്യി ഇലാ ഇസ്മിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനെ തൻ്റെ പേരിനോട് ചേർത്ത് പറഞ്ഞു. തൻ്റെ പേരിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നിടത്തൊക്കെയും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ചേർത്ത് പറഞ്ഞു. മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ നജ്ജിനി ബിബറകതി മുഹമ്മദ്, ബിബറകതി മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദിന്റെ ബറക്കത്ത് കൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണമേ. അവിടുന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്, കൈഫ അറഫ്ത മുഹമ്മദ വമാ ഖലഖ്തു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ പഠിച്ചിട്ടില്ലല്ലോ, നീ എങ്ങനെയാണ് മുഹമ്മദിനെ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, പടച്ചോനെ നീ എന്നെ പടച്ചു, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ ആ സ്വർഗീയ കവാടത്തിൽ ഞാൻ കണ്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗത്തിലെത്തിയപ്പോൾ ആ സ്വർഗത്തിലെ മരങ്ങളിൽ, മരത്തിന്റെ ചില്ലകളിൽ, അവിടെയുള്ള ഇലകളിൽ, അവിടെയുള്ള കോപ്പകളിൽ, അവിടെയുള്ള സർവസ്വത്തിന്റെ മുകളിൽ
കബറുകളിലും ഞാൻ കണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. അങ്ങനെ അള്ളാഹുവിനോട് ചേർത്ത് വെച്ച പേരാണ് മുഹമ്മദ്. അള്ളാഹു അങ്ങനെ ചേർത്ത് വെച്ചു. എന്നിട്ട് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഇദാ ഖാല ഫിൽ ഖംസി അൽ മുഅദ്ദിനു അഷ്ഹദു, മുഅദ്ദിന് അഷ്ഹദു പറയുന്ന സമയത്തൊക്കെയും ഷഹാദത്ത് പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അതിന്റെ കൂടെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ വ്യത്യസ്തങ്ങളായ ആ സമയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സമയത്തും വ്യത്യസ്തമായ ദേശങ്ങളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കവി പറയുകയാണ്, അള്ളാഹുവിന്റെ പേരിൽ നിന്ന് തന്നെ ആ നാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു. എന്തിനു വേണ്ടിയാ? അവിടുത്തെ മഹത്വത്തെ ഉയർത്തുന്നതിന് വേണ്ടിയാണ്, അവിടുത്തെ മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്. വദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു, അർശിന്റെ ഉടയവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മഹ്മൂദാണ്, എങ്കിൽ ഇത് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന് പറഞ്ഞാലും മഹ്മൂദ് എന്ന് പറയുമ്പോഴും അത് സ്തുതിക്കപ്പെട്ടവനാണ്. ലോകത്തെല്ലാ കാലത്തും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്തുതിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും ആ ഒരു പേരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു പേരാർക്കുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്തുതിക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന മനോഹരമായി ഈ പേര് നൽകപ്പെട്ടു. വളരെ മനോഹരമായ പേര്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു സൗന്ദര്യമാണ് മുഹമ്മദ് എന്ന പേരിന്. മുഹമ്മദ് എന്ന പേരിന് എന്തൊരു സൗന്ദര്യമാണ്, അതിന് എന്തൊരു മനോഹാരിതയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ, കുട്ടികൾക്ക് പേരിടുമ്പോൾ നമ്മൾ പല പേര് ഇടാറുണ്ട്. ചെറിയ കേൾക്കാൻ സൗന്ദര്യമുള്ള നല്ല സുഖമുള്ള പേരിടാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ പേരിടുമ്പോൾ നമ്മുടെ മക്കൾക്ക് പേരിടുന്നതിനിടയിൽ നമ്മൾ അബൂബക്കർ എന്ന് പേരിടാൻ തുനിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇബ്രാഹിം എന്ന് പേരിടാൻ തുനിഞ്ഞാൽ, ഇസ്മായിൽ എന്ന് പേരിടാൻ തുനിഞ്ഞാൽ, അവിടെയുള്ള വീട്ടിലുള്ള പെണ്ണുങ്ങൾ ചിലപ്പം പറയും അത് വലിയ പേരല്ലേ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പലരും പറയും അത് വലിയ പേരാണല്ലോ, ആ പേരൊരു വലിയ പേരല്ലേ. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നമ്മൾ എന്ത് സൗന്ദര്യമുള്ള ചെറിയ പേര് കണ്ടെത്തുന്നതിനിടയിലും ആ മുഹമ്മദ് എന്ന പേര് ഒപ്പം ചേർത്ത് കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. നമ്മളെല്ലാവരും ചേർത്ത് കൊടുക്കും. മുഹമ്മദ് എന്ന പേരിന് വല്ലാത്തൊരു സൗന്ദര്യമാണ്. മുഹമ്മദ് നമ്മുടെ മനസ്സിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സൗന്ദര്യം ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ്, സൗന്ദര്യം ഇങ്ങനെ ഇട്ടുതരികയാണ്. അങ്ങനെ നമ്മൾ ആ മുഹമ്മദ് എന്ന പേരിന് അത്രമേൽ സൗന്ദര്യത്തോടുകൂടെ ആ പേരിനെ നമ്മൾ കാണുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേരിന് വല്ലാത്ത പ്രത്യേകത നൽകി. നമ്മൾ നമ്മുടെ പേര് നമ്മുടെ മക്കൾക്ക് ഇടൂലല്ലോ. നമ്മുടെ പേര് തന്നെ നമ്മുടെ മക്കൾക്ക് ഇടൂല, നമ്മുടെ വാപ്പാന്റെ പേര് നമുക്കിടൂല. അങ്ങനെ ഇടുമ്പോ സ്വാഭാവികമായും വാപ്പയുടെയും മകന്റെയും പേര് ഒരേ പേരായാൽ അത് കൺഫ്യൂഷൻ ആകൂലേ എന്നെങ്കിലും നമ്മൾ ചിന്തിക്കും. എങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വാപ്പാക്കും മക്കൾക്കും ഉള്ളത് ചരിത്രത്തിൽ ഒരുപാടിടത്ത് നമുക്ക് കാണാം. ഒരുപാടിടത്ത് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പേരെങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്? അവിടുത്തെ പേര് പറയുന്നത് അബൂ ഹാമിദ് മുഹമ്മദ് ബിൻ അഹ്മദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. അവിടുത്തെ മുഹമ്മദിന്റെ മകൻ അഹ്മദ് അൽ ഗസ്സാലി എന്ന് പറയുന്നത് പോലെ വാപ്പാന്റെ പേര് മകന്റെ പേരൊക്കെ ഒരേപോലെ ചേർക്കുന്നത്, ഈ രീതിയിൽ ചേർത്ത് വെക്കുന്നത് നമ്മൾ കാണുകയാണ്. മഹാനായ ഇമാം ഗസ്നവി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ചരിത്രത്തിൽ അത്ഭുതകരമായി ഈ പേരിന്റെ വിഷയത്തിൽ തന്നെ നമുക്ക് കാണാം. മഹാനായ അയ്മൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ 14 പരമ്പരയിൽ 14 പേരുടെ പേര് മുഹമ്മദ് എന്നാണ്. വാപ്പയുടെ പേര്, മകന്റെ പേര്, അങ്ങനെ 14 പേരുടെ പേര്
മുഹമ്മദ് എന്നാണെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഈ പേര് വലിയ അത്ഭുതമായി നമ്മൾ കാണുകയാണ്. നമ്മുടെ മുൻഗാമികളൊക്കെയും ആ പേരുച്ചരിക്കുമ്പോ വലിയ ബഹുമാനത്തോടുകൂടെ ഉച്ചരിക്കണമെന്ന് ആലോചിച്ചവരാണ്. വലിയ ബഹുമാനം ആ പേരിന് കണ്ടവരാണ്. വുളു ഇല്ലാതെ, ശുദ്ധിയില്ലാതെ മുഹമ്മദ് എന്ന പേരുച്ചരിക്കാത്തവരാണ് നമ്മുടെ മുൻഗാമികളിൽ സൂക്ഷ്മതയുള്ള പല മഹാന്മാരുമെന്ന് നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ്. മഹാനായ ഇമാം മഹ്മൂദ് അൽ ഹസ്നവി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ചരിത്രം പഠിച്ചു നോക്ക് നിങ്ങൾ. മഹ്മൂദ് അൽ ഹസ്നവി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ സേവകനെ ഒരിക്കൽ അയാസിന്റെ മകനെ എന്ന് വിളിക്കുന്നുണ്ട്. യബ്ന അയാസിന്റെ മോനെ എന്ന് വിളിക്കുന്നുണ്ട്. അയാസിന്റെ മകന്റെ പേര് മുഹമ്മദ് എന്നാണ്. സാധാരണ മഹ്മൂദ് അൽ ഹസ്നവി റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ സേവകനെ വിളിക്കാറുള്ളതും മുഹമ്മദ് എന്ന പേരോടുകൂടെയാണ്. ഒരു ദിവസം അയാസിന്റെ മോനെ എന്ന് വിളിച്ചു. അയാസിന്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് ചെയ്യാനുള്ള ജോലി ചെയ്യാനൊക്കെ പറഞ്ഞപ്പോ ആ അയാസിന്റെ മകന് ഈ മുഹമ്മദ് എന്ന കുട്ടിക്ക് വല്ലാത്ത വിഷമം തോന്നി, വല്ലാത്ത പ്രയാസം തോന്നി. ഈ കുട്ടിയുടെ ഉപ്പ മഹ്മൂദ് അൽ ഹസ്നവി റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചു, അല്ല, നിങ്ങൾ മകനെ എന്തുകൊണ്ടാണ് മുഹമ്മദെ എന്ന് വിളിക്കാതെ അയാസിന്റെ മോനെ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? നിങ്ങൾ സാധാരണ മുഹമ്മദ് എന്നല്ലേ വിളിക്കാറുള്ളത്, നിങ്ങൾ എന്തേ ഇന്ന് അയാസിന്റെ മോനെ എന്ന് വിളിക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് വല്ലാത്ത വിഷമമായി പോയി എന്ന് പറയുമ്പോ അവിടുന്ന് പറയുന്നുണ്ട് ഞാൻ സാധാരണ മുഹമ്മദെ എന്ന് പേര് വിളിക്കുമ്പോൾ വുളു ഉണ്ടാകാൻ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട്. ഇന്നെനിക്ക് വുളു ഉണ്ടായിരുന്നില്ല, എനിക്ക് ശുദ്ധി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് എന്ന പേരുച്ചരിക്കാതിരുന്നതെന്ന് മഹാനായ മഹ്മൂദ് അൽ ഹസ്നവി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്. ഇതേപോലെ തത്തുല്യമായ ഒരു ചരിത്രം മഹാനായ ഉസ്മാനിയ സുൽത്താൻ സുലൈമാനുൽ ഖാനൂനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സുലൈമാനുൽ ഖാനൂനി റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു ദിവസം തന്റെ രാജവസതിയിൽ നിന്ന് ദർബാറിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ തന്റെ ഭൃത്യനെ കാണുകയാണ്. ഭൃത്യനെ കാണുമ്പോ ആ ഭൃത്യന്റെ പേര് മുഹമ്മദാണ്. തന്റെ ഭൃത്യനെ വിളിക്കുന്നു, യാ ഗുലാം, ഓ കുട്ടി, ഓ മോനെ എന്ന് വിളിക്കുകയാണ്. യാ ഗുലാം എന്ന് വിളിക്കുന്നു. തന്റെ ഭൃത്യനാകുന്ന മുഹമ്മദ് എന്ന ആ മനുഷ്യൻ വല്ലാതെ വിഷണ്ണനാകുകയാണ്, വല്ലാതെ വിഷമിക്കുകയാണ്. ആ കുട്ടിയോ ആ സേവകനോട്, അവിടെയുള്ള തന്റെ ഭൃത്യനോട് ചെയ്യാനുള്ള ജോലികളൊക്കെ ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുകയും ആ ജോലിയൊക്കെ ചെയ്തു തീർക്കുകയും ചെയ്യുന്നു. പിറ്റത്തെ ദിവസം സുൽത്താൻ സാധാരണ പോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ദർബാറിലേക്ക് കടന്നു വരുമ്പോ ഈ ഭൃത്യനെ കണ്ടപ്പോ ഭൃത്യനെ വിളിക്കുന്നു, യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നു. ആ സമയത്ത് ഈ വൃത്യന് വല്ലാത്ത സന്തോഷമുണ്ടാകുകയും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്റെ ജോലി തീർക്കുന്നതും കണ്ടപ്പോ ഈ സുൽത്താൻ ചോദിക്കുകയാണ്, മഹാനായ സുലൈമാനുൽ ഖാനൂനി റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഇന്ന് വല്ലാത്ത സന്തോഷം നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുകയാണ്. എന്താണ് പറ്റിയതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നത്, നിങ്ങൾ സാധാരണയായി എന്നെ മുഹമ്മദ് എന്നാണ് വിളിക്കാറുള്ളത്. ഇന്നലെ നിങ്ങൾ എന്നെ യാ ഗുലാം എന്ന് വിളിച്ചപ്പോ എന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ചേർത്തുകൊണ്ട് എന്നെ വിളിക്കാതിരുന്നപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇന്ന് വീണ്ടും നിങ്ങളാ യാ മുഹമ്മദ് എന്ന് വിളിച്ചപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായെന്ന് ആ ഭൃത്യൻ പറയുമ്പോഴാണ് മഹാനായ സുൽത്താൻ പറയുന്നത്, ഞാൻ സാധാരണ എന്റെ വസതിയിൽ നിന്ന് ദർബാറിലേക്ക് വരാറുള്ളത് വുളൂഓടുകൂടെയാണ്, ശുദ്ധിയോടുകൂടെയാണ്. ഇന്നെനിക്ക് ഞാൻ വരുന്നതിനിടയിൽ എന്റെ വുളൂ മുറിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് എന്ന് വിളിക്കാതിരുന്നതെന്ന് പറയുന്ന മഹാനായ സുൽത്താന്റെ ചരിത്രം നമുക്കറിയാമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, മുഹമ്മദ് എന്ന പേരിന് അത്രമേൽ മഹത്വമുണ്ട്. മുഹമ്മദ് എന്ന പേര് നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരുണ്ടെങ്കിൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്നാണ്. മുഹമ്മദ് എന്ന പേര് നമ്മുടെ കുടുംബത്തിൽ മുഹമ്മദ് എന്ന പേരുണ്ടെങ്കിൽ, നമുക്ക് മുഹമ്മദ് എന്ന പേരുണ്ടെങ്കിൽ അള്ളാഹുമായിട്ടുള്ള വലിയ ബന്ധമുണ്ടാക്കാൻ, വലിയ അടുപ്പമുണ്ടാകാൻ അത് കാരണമാകുമെന്നാണ്. നമ്മുടെ കുടുംബത്തിൽ വലിയ സ്നേഹവും വലിയ മഹബ്ബത്തും ഉണ്ടാകാൻ മുഹമ്മദ് എന്ന പേര് കാരണമാകുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, സമ്മൂ ബിസ്മി, നിങ്ങൾ എന്റെ പേര് കൊണ്ട് പേര് വിളിക്കണേ, വലാ തഖ്തനൂ
തദ്അനൂ ബികുന്യതി, നിങ്ങൾ എൻ്റെ സ്ഥാനപ്പേര് കൊണ്ട് വിളിക്കരുതേ എന്ന് പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അവിടുത്തെ പേര് കൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ പേരിടണം. നമ്മുടെ കുടുംബത്തിൽ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ, ആൺകുട്ടികളുണ്ടാകുമ്പോൾ മുഹമ്മദ് എന്ന പേരിടാൻ നമ്മൾ ശ്രദ്ധിക്കണം. മുഹമ്മദ് എന്ന പേര് ബറക്കത്തിനൊന്ന് ചേർത്ത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മുഹമ്മദ് എന്ന പേരിന് വലിയ മഹത്വമുണ്ട്. ആ പേരിന് പോലും വലിയ മഹത്വമുണ്ട്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു ഹദീസുണ്ട്. ഒരാൾക്ക് 3 മക്കളുണ്ട്, 3 ആൺകുട്ടികളുണ്ട്. എന്നിട്ട് വലം യുസമ്മ അഹദുഹും മുഹമ്മദ, അവർക്കാർക്കും മുഹമ്മദ് എന്ന പേര് നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നെ മറന്നവനായി എന്ന് പറയുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്ക് 3 ആൺകുട്ടികൾ ഉണ്ടായിട്ട് ഒരു കുട്ടിക്ക് പോലും മുഹമ്മദ് എന്ന പേര് വെക്കാൻ നമ്മൾ തുനിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ എന്നോട് എന്നെ മറന്നവനാണെന്ന് പറയുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേര് വലിയ മഹത്വമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു, അൽ ബൈത്തുല്ലദീ ഫീഹി ഇസ്മു മുഹമ്മദിൻ, ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന പേരുണ്ടെങ്കിൽ യുസ്ബിഹു അഹ്ലഹു ബിഖൈർ വയുംസൂന ബിഖൈർ, അവർക്ക് നേരം പുലരുന്നതും നേരം അസ്തമാനമാകുന്നതും അവർക്ക് ഖൈറായിട്ടായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്തൊരു അത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതം അത്ഭുതമാണ്, അവിടുത്തെ നാമം പോലും അത്ഭുതമാണ്, അവിടുത്തെ ഓരോന്നും അത്ഭുതമാണ്. ഒരു മനുഷ്യനെ കുറിച്ച് അവിടത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ചരിത്രം ഇത്രമേൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട മറ്റാരാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണാം. 571 ജനനം, ക്രിസ്താബ്ദം 571 ജനനം, 577 മാതാവിന്റെ മരണം, 583 അബൂ താലിബിന്റെ കൂടെ ഷാമിലേക്കുള്ള യാത്ര, 595 ഖദീജ ബീവിയുമായിട്ടുള്ള വിവാഹം, 604 കഅബയുടെ പുനർനിർമ്മാണത്തിന്റെ മധ്യസ്ഥത നടക്കുന്നു, 610 വഹി ഓഗസ്റ്റ് 10 ആദ്യമായി വഹി അവതരിക്കുന്നു, 613 ദാറുൽ അർഖമിൽ രഹസ്യ പ്രബോധനം നടക്കുന്നു, 614 എത്യോപ്യയിലേക്ക് സ്വഹാബികൾ ഹിജ്റ പോകുന്നു, 615 മുതൽ 19 വരെ ഷൈബ് അബീ ത്വാലിബിൽ ഉപരോധം നടക്കുന്നു, 619 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായ ആമുൽ ഹുസ്ൻ, ഖദീജ ബീവി അടക്കം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ആമുൽ ഹുസ്ൻ ഉണ്ടാകുന്നു, 620 ഹിജ്റ നടക്കുന്നു, 623 ബദർ നടക്കുന്നു, 624 ഉഹദ് നടക്കുന്നു, 625 ഖന്ദഖ് നടക്കുന്നു, 626 ഹുനൈൻ നടക്കുന്നു, 627 28 29 വർഷങ്ങളിൽ ചരിത്ര പ്രസിദ്ധമായ ചക്രവർത്തിമാർക്ക് എഴുതിയ കത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ കത്തെഴുത്ത് നടക്കുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടത് ആരെക്കുറിച്ചാണ്? ലോകത്താരാണുള്ളത്? ഇത് വലിയ അത്ഭുതമാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തെ കുറിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അവിടത്തെ കുറിച്ച് ആ അത്ഭുതത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാമായി, നമ്മുടെ സ്വശരീരത്തെക്കാളുപരി നമ്മുടെ റോൾ മോഡലായി, നമ്മുടെ കരളിന്റെ കഷ്ണമായി, നമ്മുടെ ചങ്കിലെ ചോരയായി സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകണം. അവിടുന്നായിരിക്കണം നമ്മുടെ എല്ലാ പ്രതീക്ഷയും, അവിടുന്നായിരിക്കണം നമ്മുടെ എല്ലാം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. നമുക്ക് എല്ലാറ്റിനേക്കാളും ബന്ധപ്പെട്ട് കിടക്കുന്നത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മൾ ചെറുപ്രായത്തിലേ നമ്മൾ കേൾക്കുന്നൊരു ഹദീസ് ഉണ്ടല്ലോ, നമ്മൾ ചെറുപ്പത്തിലേ കേൾക്കുന്നൊരു ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നമ്മുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റ് സർവ്വജനങ്ങളെക്കാളും സർവസ്വത്തെക്കാളും നമ്മൾ ഹബീബിനെ ഇഷ്ടപ്പെടുന്നത് വരെ യഥാർത്ഥ മുഅ്മിനാകൂല എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കങ്ങനെ ഇഷ്ടം വെക്കാൻ, നമ്മളങ്ങനെ ഹൃദയം കൊണ്ട് ഇഷ്ടം വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
നമ്മൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ ഇഷ്ടം വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തങ്ങൾ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹിശാം റളിയല്ലാഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയായിരുന്നു. കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ആഖിദുൻ ബിയദി ഉമർ ഇബ്നുൽ ഖത്താബ്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയായിരുന്നു. അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, നമ്മൾ വല്ലാതെ ഇഷ്ടം വെച്ച ഒരാൾ നമ്മളുടെ കയ്യിനോട് കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിന്റെ വികാരം എന്താണ്? നമുക്കുണ്ടാകുന്ന ഒരു ഇഷ്ടം എന്താണ്? നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ആ ഒരു ഇഷ്ടം ഇങ്ങനെ നിർഗലിച്ചു വരൂലേ? നമ്മുടെ ആ ഒരു ഇഷ്ടം ഇങ്ങനെ വല്ലാതെ നുരഞ്ഞു മുന്തൂലേ? ആ രീതിയിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കൈ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കോർത്ത് പിടിച്ച് നടക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് നിർഗലിച്ചു വന്ന ആ സ്നേഹത്തിന്റെ ബഹുസ്ഫുരണം എന്നോണം അവിടുന്ന് പറഞ്ഞു, നബിയേ ഞാൻ എൻ്റെ ശരീരം കഴിഞ്ഞാൽ എല്ലാറ്റിനേക്കാളും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് എല്ലാറ്റിനേക്കാളും ഏറ്റവും ഇഷ്ടം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്. നമ്മൾ ആലോചിക്കണം, ആരാ ഉമർ ഇബ്നുൽ ഖത്താബ്? ആരാ ഉമർ ഇബ്നുൽ ഖത്താബ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തന്നത്, സ്വർഗ്ഗത്തിൽ അവരുടെ സ്ഥാനത്തെ കുറിച്ച് പറയുന്നത്, കൽ കൗകബുൽ ദുർരിയ്യു ഫിസ് സമാ, ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന താരകങ്ങളെ പോലെ നമ്മൾ സ്വർഗീയ ലോകത്ത് അത്രമേൽ ഉന്നതിയിലുണ്ടാകുന്ന, അത്രമേൽ സ്ഥാനമുണ്ടാകുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, എനിക്ക് എൻ്റെ ശരീരം കഴിഞ്ഞാൽ എല്ലാറ്റിനേക്കാളും ഉപരി എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയാണ്, ഉമറേ മതിയായില്ല. അവിടുന്ന് പറഞ്ഞു, ഉമറേ, എൻ്റെ ഈ നഫ്സ് ആരുടെ കരങ്ങളിലാണോ അവനെ തന്നെയാണ് സത്യം. നിന്റെ ശരീരത്തെക്കാളുപരി എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ ആ ഇഷ്ടം മതിയാകൂല ഉമറേ എന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ മറുപടി പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, നബിയേ, എനിക്ക് എൻ്റെ ശരീരത്തെക്കാളുപരി ഏറ്റവും ഇഷ്ടം തങ്ങളാണ് നബിയേ എന്നവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ആന യാ ഉമർ, ഇപ്പയാണ് ഉമറേ മതിയായതെന്ന് പറയുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അവിടുത്തെ വഫാത്തിന്റെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ആധിക്യത്തിൽ ആ വഫാത്തിന്റെ അവസരത്തിൽ എൻ്റെ നബി വഫാത്തായി എന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥിരത നഷ്ടപ്പെട്ടവരെ പോലെ, ഒരു ആ സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ട് ഒരു നിക്കക്കള്ളിയില്ലാതെ ഓടി നടന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ. ആ ഇഷ്ടമാണ്, ആ മഹബ്ബത്താണ് അവിടുന്നൊക്കെ അവരൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടു. അത്രമേൽ സ്നേഹത്തോടുകൂടെ, അത്രമേൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് നീക്കി. നമ്മുടെ സ്വഹാബത്തിന്റെ ഒക്കെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന വസ്തുത അതാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അവിടുന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ, അവിടുത്തെ ഈമാനാണ് ഏറ്റവും കൂടുതൽ. മുഅ്മിനീങ്ങളുടെ മൊത്തം ഈമാൻ ഒരു ത്രാസിലും സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മറ്റൊരു ത്രാസിലും വെച്ച് തൂക്കിയാൽ ഏറ്റവും കൂടുതൽ കനം കൂടുക സിദ്ദീഖ് തങ്ങളുടെ ഈമാനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ? അവിടുത്തെ ഈമാന്റെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത് അവിടുത്തെ മഹബ്ബത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ അബൂബക്കറിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, അബൂബക്കറിന്റെ വീട്ടിൽ എന്ന് പറഞ്ഞ ആയിഷ ബീവിയുടെ ഉപ്പയുടെ വീട്ടിൽ, ആയിഷ ബീവിയുടെ ഇൻഷാ അല്ലാഹ് റോഡും മേലുള്ള ആളുകളൊക്കെ ഒന്ന് സദസ്സിലേക്ക് കയറിയിരുന്ന സൗകര്യമാണ്. നമ്മളേറെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മൻസൂർ പുത്തനത്താണി ഏകദേശം ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട്. സീറ്റിലേക്ക് ഇരുന്നാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പരിപാടിയുടെ ഔപചാരിക ചടങ്ങുകളിലേക്കൊക്കെ കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയാണ്, ഞങ്ങള് അബൂബക്കർ റളിയല്ലാഹു തങ്ങളുടെ ഉപ്പയുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ആരോ വരുന്നതിന്റെ ഒരു നയലാട്ട് ഇങ്ങനെ കണ്ടു, ആരോ വരുന്നതിന്റെ ഒരു അനക്കം ഇങ്ങനെ കണ്ടു. ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് സമ്മതം ചോദിച്ചു, സമ്മതം കൊടുത്തു, വീട്ടിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങളെ അടുത്തേക്ക് വിളിച്ചിട്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങളെ അടുത്തേക്ക് വിളിച്ചിട്ട് സിദ്ദീഖ് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, എനിക്കിവിടുന്ന് പുറപ്പെടാൻ, ഹിജ്റ പോകാൻ അള്ളാഹു അനുമതി തന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങൾ. ഇത് കേൾക്കേണ്ട മാത്രയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങൾ ചോദിക്കുന്നത്, നബിയെ, എനിക്കും കൂടെ ഒപ്പം പോരാവോ എന്നാണ്. നമ്മൾ സാധാരണ ടൂർ പോകുന്നത് പോലെയല്ല, നമ്മൾ ആരെങ്കിലും യാത്ര പോകുമ്പോൾ ഒപ്പരം പോകുന്നത് പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുക്കാൻ ശത്രുക്കൾ ആലോചിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുക്കു കൂട്ടുന്നതിനിടയിലാണ് ഈ യാത്ര പോകുന്നത്. ആ യാത്രക്കിടയിൽ എന്ത് അപകടവും സംഭവിക്കാനിടയുള്ള സമയത്ത്, എല്ലാ നിലക്കും ആശങ്കയുള്ള സമയത്താണ് ചോദിക്കുന്നത്, ഉമർ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങൾ നബി തങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ യാത്രയിൽ, ഈ ഹിജ്റയിൽ എനിക്കും ഒപ്പം പോരാൻ പറ്റുമോ നബിയെ എന്ന് ചോദിക്കുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങൾ. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ നിർദ്ദേശമുള്ളത് അങ്ങയും കൂടെ ഒപ്പം കൂട്ടാനാണ് എന്ന് പറയുകയാണ് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൽ നമുക്ക് കാണാം, ഫബക്കാ അബൂബക്കർ, ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തങ്ങൾ കരയാൻ തുടങ്ങി, സന്തോഷം കൊണ്ട് കരയാൻ തുടങ്ങി. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സന്തോഷം കൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ കരയുമെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ഇഷ്ടപ്പെട്ടു. ഒരിക്കൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുലഫാഉർ റാഷിദീങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന മജ്ലിസിൽ അവിടുന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഒന്ന് സുഗന്ധമാണ്, സുഗന്ധം വല്ലാത്ത ഇഷ്ടമാണ്. നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വാലിഹാത്തുകളായ സ്ത്രീകളാണ്. അന്നത്തെ കാലം ജനിച്ചു വീഴുന്ന കുഞ്ഞു പെണ്ണായതിന്റെ പേരിൽ കുഴിച്ചു മൂടപ്പെടുന്ന ആ സംസ്കാരത്തിന്റെ ഇടയിലേക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നുകൊണ്ട് സ്ത്രീക്ക് അവിടെ ഒരു മനുഷ്യനാണെന്ന ബോധമെങ്കിലും ഉണ്ടാക്കി കൊടുത്തത്, അവർക്കുള്ള അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നത്, അവർക്ക് വലിയ മഹത്വമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ സ്ത്രീക്ക് വലിയ ബഹുമതി നൽകിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ എനിക്ക് സ്വാലിഹീങ്ങളായ സ്ത്രീകളോട് എനിക്ക് ഇഷ്ടമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിസ്കാരം എൻ്റെ മനസ്സിന് കണ്ണിന് കുളിർമയാകുന്നതാണ്, അത് എൻ്റെ മനസ്സിന് കുളിർമയുണ്ടാകുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഇഷ്ടങ്ങളെ പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു, നബിയെ, എനിക്കുമുണ്ട് ചില ഇഷ്ടങ്ങൾ. എന്താണ് സിദ്ദീഖേ നിങ്ങളുടെ ഇഷ്ടങ്ങൾ? അവിടുന്ന് പറഞ്ഞു, എനിക്ക് 3 ഇഷ്ടങ്ങളാണുള്ളത്. എൻ്റെ ഒന്നാമത്തെ ഇഷ്ടം അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കലാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക.
സിദ്ദീഖ് തങ്ങളോട് നബി തങ്ങൾ ചോദിച്ചു, എങ്കിൽ രണ്ടാമത്തെ ഇഷ്ടം എന്താണ്? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ, എൻ്റെ രണ്ടാമത്തെ ഇഷ്ടം എൻ്റെ സമ്പത്ത് മുഴുവനും അങ്ങയുടെ ദീനിനു വേണ്ടി ചെലവഴിക്കലാണ് നബിയെ. അവിടുന്ന് ചോദിച്ചു, മൂന്നാമത്തെ ഇഷ്ടം എന്താണ്? മൂന്നാമത്തെ ഇഷ്ടം എൻ്റെ മകൾ ആയിഷ ഏതു കാലത്തും തങ്ങളുടെ അധീനത്തിലുണ്ടാകലാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം പരിപൂർണമായി തങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ ആ നിലക്കാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടുത്തെ ഇഷ്ടം അങ്ങനെയാണ്. ഞാൻ ചുരുക്കുകയാണ്, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളെക്കാളുപരി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണമെന്ന് പറയുന്നത്? നമ്മളെക്കാളുപരി ഇഷ്ടം വെക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ശരീരം പോലും നമുക്കെതിരെ നിൽക്കുന്ന കാലമാണ്. നമുക്കെല്ലാവരും, ഒരാളും നമുക്കുണ്ടാവില്ല, നമുക്ക് കൂട്ടിനാരും ഉണ്ടാവില്ല. നമ്മൾ ഈ സൂറത്ത് യാസീനിൽ നമ്മൾ പാരായണം ചെയ്യാറുള്ളത് പോലെ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം, നമ്മുടെ വായിന് സീൽ വെക്കപ്പെടും, നമ്മുടെ കൈകാലുകൾ കൈ പറയാൻ തുടങ്ങും, കാല് സാക്ഷി നിൽക്കാൻ തുടങ്ങും, നമ്മൾ ചെയ്ത ചെയ്തികളെ കുറിച്ചൊക്കെ അവിടെ പറയും. നമുക്കെതിരെ നമ്മുടെ ശരീരം, അവയവങ്ങൾ സാക്ഷി പറയും. ആ സമയത്ത് നമ്മൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് ചൊല്ലും, അവിടുന്ന് തുടങ്ങി മറ്റമ്പിയാക്കന്മാരുടെ അടുക്കിലേക്ക് ചൊല്ലും. അവരൊക്കെ ഞങ്ങളുടെ നഫ്സിന്റെ കാര്യത്തിൽ തന്നെ ഞങ്ങൾ വലിയ വേവനാദിയിലാണ്, ഞങ്ങൾ വലിയ ബേജാറിലാണ്, നഫ്സി നഫ്സി എന്ന് പറയുന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് വേണ്ടി ഒരേ ഒരാളാണ് ബാക്കി ഉണ്ടാവുക. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ അമ്പിയാക്കന്മാർക്കൊക്കെയും അവർക്കിരിക്കാൻ പ്രത്യേകമായി ഇരിപ്പിടമുണ്ടാകുമെന്നാണ്. അവർക്ക് പ്രത്യേകമായ സിംഹാസനം ഉണ്ടാകും. എല്ലാ നബിമാരും ഇരിക്കും, നമ്മുടെ നബി ഇരിക്കൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നമ്മുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത് വരെ നമ്മുടെ ഹബീബ് അവിടെ ഇരിക്കൂല, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമ്പിയാക്കന്മാർക്കും ഇജാബത്ത് ഉറപ്പുള്ള ഒരു ദുആ നൽകപ്പെട്ടിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരുടെയും ദുആ അവരവർ ദുആ ചെയ്തിട്ടുണ്ട് ജീവിതകാലത്ത് തന്നെ. നമ്മുടെ നബി സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്രിഖാ വഹ്ലനാ ഇൻദാഅയാ സയ്യിദി ഖൈറൻ നബി എന്ന് നമ്മൾ ഷഫാഅത്തിന് വേണ്ടി തേടുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ മഹബ്ബത്തുള്ളിലേക്ക് കയറണം. ആ മഹബ്ബത്തുള്ളിലേക്ക് കയറാനാണ്, ആ ഇഷ്ഖിൽ അലിഞ്ഞു ചേരാനാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിലായി നമ്മുടെ ജീവിതം നയിക്കാനുള്ള ആ ഒരു എനർജി നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഇങ്ങനെ ഒരു മജ്ലിസ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഖൽബ് മദീനയിലേക്ക് പറച്ചു നട്ടുകൊണ്ട് അവിടത്തേക്ക് നമ്മുടെ ഖൽബിനെ ചെന്നെത്തിക്കുന്ന വിധം ഈ മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷത്തിനകം ബഹുമാനപ്പെട്ട മൻസൂർ പുത്തനത്താണിയുടെ നേതൃത്വത്തിൽ ഇഷ്ഖിൽ അലിഞ്ഞു ചേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടത്തോടുള്ള ഇഷ്ഖിലായി ജീവിച്ച്, മഹബ്ബത്തിലായി ജീവിച്ച്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് സ്വപ്നത്തിൽ കാണാൻ, അവിടുത്തെ ഇഷ്ടത്തിലായി ജീവിക്കാൻ, അവിടുത്തെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത്, അവിടുത്തെ ഖബർ ഷരീഫിന്റെ ചാരത്ത് ഒരുപാട് തവണ ചെന്നുകൊണ്ട് സലാം പറയാൻ, അവിടുത്തെ ആ ഖബർ ഷരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലത്തൊന്ന് ഇബാദത്ത് ചെയ്യാൻ, അവിടെ മരിക്കുമ്പോൾ അവിടുത്തെ ഫോട്ടം കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ, മഹ്ശറിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ, സ്വർഗത്തിൽ അവിടുത്തെ ചാരത്തൊന്ന് ചേർന്നിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.